പാലക്കാട്ട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകുന്ന സർക്കാരിനെതിരെ നിയമപരമായി മുന്നോട്ട് പോകാൻ ഏലപ്പുള്ളി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ വ്യക്തികൾ പണം മുടക്കും. സർക്കാരിനെതിരെ കേസ് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ സെക്രട്ടറിക്കെതിരെ കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. 6-ാം വാർഡിൽ പ്രത്യേക ഗ്രാമസഭയും വിളിച്ചു ചേർത്തു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ഇക്ബാൽ അറക്കൽ. ഒയാസിസിന് അനുമതി നൽകുന്ന സർക്കാരിനെതിരെ ഏലപ്പുള്ളി പഞ്ചായത്തിന്റെ അടുത്ത നീക്കം എന്താണ്? സുജിയ, ഈ ഒയാസിസ് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാൻ വേണ്ടി ഇന്നലെയാണ് ആദ്യം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു ബോർഡ് യോഗം വിളിച്ച് ചേർത്തത്. പക്ഷേ ഈ ബോർഡ് യോഗം ആരംഭിക്കുന്നതിന് ഈ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ BJP അംഗങ്ങളെയും ജീവനക്കാരെയും എല്ലാം പഞ്ചായത്തിനകത്തേക്ക് കയറുന്നതിന് തന്നെ കഴിയാത്ത രീതിക്ക് CPM തടയുന്ന ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. ഭരണസമിതിക്കെതിരെ ഒരു ഉപരോധം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് CPM കടന്നത്. പക്ഷേ ഇന്ന് ഒരു അടിയന്തര ബോർഡ് യോഗം വിളിച്ചു ചേർക്കുകയും ഇപ്പോൾ ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം ഇപ്പോൾ ഏതായാലും ഈ അടിയന്തര ബോർഡ് യോഗത്തിൽ എലപ്പുള്ളി പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ഏതായാലും അത്തരത്തിലൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി എലപ്പുള്ളി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സുനിൽകുമാറെ പഞ്ചായത്ത് ഭരണസമിതി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ സെക്രട്ടറി പഞ്ചായത്തിന്റെ ചിലവിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെ കോടതിയെ സമീപിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ബോർഡ് യോഗത്തെ അറിയിച്ചു. ഇതോടുകൂടി പിന്നീട് പഞ്ചായത്തിന്റെ ചെലവിലല്ല സ്വന്തം ചെലവിൽ ഇപ്പോൾ ഏതായാലും സർക്കാരിനെതിരെ കോടതി സമീപിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഭരണസമിതി കടക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഈ കമ്പനി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന മണ്ണുകാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു ചേർക്കുകയും കമ്പനിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അറിയിക്കാനും ഇപ്പോൾ ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം തന്നെ ഇത്തരത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭ ഈ മേഖലയിൽ വിളിച്ചു ചേർക്കാനാണ് ഏതായാലും പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്തുള്ളത്. CPM അംഗങ്ങൾ ഇന്ന് ഈ ബോർഡ് യോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. കാരണം ഈ മദ്യനിർമ്മാണ കമ്പനി കൊണ്ട് ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം. രേവതി ബാബുവിന്റെ പ്രതികരണത്തിലേക്ക്. അല്ല, ഭരണസമിതി കേസിന് പോകാൻ തീരുമാനിച്ചു. നിയമോപദേശം തരാൻ ഗവൺമെന്റ് ലീഡർ തയ്യാറല്ല എന്നുള്ളത് നമ്മളെ രേഖാമൂലം അറിയിച്ചു. പഞ്ചായത്തിന്റെ പൈസ എടുക്കാതെ ഭരണസമിതി നേരിട്ട് പോകാൻ തീരുമാനിച്ചു കേസിന്. അതിൽ LDFന്റെ മെമ്പർമാര് ഒയാസിസ് കമ്പനി വരുന്നതിന് ഞങ്ങൾക്ക് സമ്മതമാണ്, സന്തോഷമാണെന്നാണ് ഇന്നത്തെ ഭരണസമിതി യോഗത്തിൽ അവരെ അറിയിച്ചിട്ടുള്ളത്.